അസ്സലാമു അലൈക്കും. ലോക മുസ്ലിങ്ങളെ അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1400 വർഷം മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കൂല, പുകവലി കൂടും, കാരണവന്മാരെ ബഹുമാനിക്കൂല, പല പല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ട് ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം. ഇന്ന് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. നമുക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. ഐ ലവ് യു മുഹമ്മദ് എന്ന് എഴുതിയോണ്ട് കുറെ എണ്ണത്തിനെ ജയിലിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണത്തിനെ ജയിലിൽ പിടിച്ച് അടച്ചിരിക്കുക. ഖബറുകളൊക്കെ തല്ലിപ്പൊട്ടിക്കുവാണ്. പല പല ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നമുക്കിട്ടിന് ശല്യമേ ഉണ്ടാവുള്ളൂ. ഇവരുടെ നമുക്ക് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഗുജറാത്ത് കലാപം ഉണ്ടാക്കി മുസ്ലിം പെണ്ണുങ്ങളെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നു. ബലാത്സംഗം ചെയ്തിട്ട് പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നു. ജൂതന്മാർ കുറെ എണ്ണത്തിന് തല്ലിക്കൊന്നു. എന്നിട്ട് എന്തായി? ഹിറ്റ്ലർ അവരെ തന്നെ കൂടുതൽ തല്ലിക്കൊന്നത്. ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് നമുക്കിട്ട് പണിയുമ്പോൾ വേറൊരാള് ഇവർക്കിട്ട് പണിയും. അതുകൊണ്ട് അള്ളാനെ ഓർത്ത് നമ്മൾ ക്ഷമിക്കുക. പല പല ബുദ്ധിമുട്ട് നോക്കുന്നുണ്ടാവും. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇവർക്കൊക്കെ ഓരോരോ പണി കിട്ടിയിട്ടുണ്ട്. 70 ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു. ഈ ഹിന്ദു മുസ്ലിമിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഒരു വീഡിയോ പറഞ്ഞില്ലേ, ഗുണ്ടകളാന്ന് പറഞ്ഞില്ലേ, ഗുണ്ടകള്. ഈ ഗുണ്ടകൾ കുഴപ്പമുണ്ടാക്കിയിട്ട് ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു. അവിടെ ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുമായിരുന്നു. സുബേ, ലോഹർ, അസർ, മഗ്രിബ്, ഇശായി ബാങ്ക് വിളി തകർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഇവ കയറി നോക്കപ്പോൾ ആരെയും കണ്ടില്ല. ഈ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാലേ അതിന്റെ മുകളിൽ കയറാനുള്ള പറ്റുള്ളൂ. അങ്ങനെ ഇവർ പേടിച്ചിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് 2 റോഡ്, അതിന്റെ സെന്ററിൽ ഒരു ഖബറുണ്ട്. ഞാനിത് കള്ളം പറയുന്നല്ല, ഈ മുസ്ലിയാക്കന്മാര് പറയുന്നത് വിഡ്ഢിത്തനം പറയില്ല. ആ ഖബറ് കുഴിക്കാൻ പോയപ്പം അവിടെ നിന്ന് പല പല അനുഭവം ഉണ്ടായിട്ട് ഇവർ ഓടിക്കളഞ്ഞു. ഇപ്പൊ ഖബറ് ഇവര് സൂക്ഷിക്കുകയാണ്. ഹിന്ദുക്കളാ സൂക്ഷിക്കുന്നത്. ഇത് ഒറിജിനൽ ഹിന്ദുക്കളല്ല. നമ്മളെ മുസ്ലിങ്ങളെ ഉദ്ധരിക്കുന്നത് ഒറിജിനൽ ഹിന്ദുക്കളല്ല. യഥാർത്ഥ ഹിന്ദു ആരാ? യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെവിട് അടിക്കുവാണെങ്കിൽ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഹിന്ദു. അതാണ് ഹിന്ദു. ഹിന്ദുക്കള് അവര് ഒരു കുഴപ്പത്തിനും പോവില്ല. ബോംബെയിലൊക്കെ ആദ്യം ഹിന്ദുക്കള് വരുന്നവരൊക്കെ സ്നേഹിക്കുമായിരുന്നു. ഞങ്ങളെ വിരുന്നുകാരാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളെ ഉസ്താദന്മാര് തന്നെ പരസ്പരം അടിയുണ്ടാക്കാനുള്ള പ്ലാനാ. പിന്നെ ഹിന്ദുക്കളെ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ ഉസ്താദന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടേണ്ട പണികളാണ് ഉണ്ടാക്കണേ.
ഇന്ന് പാകിസ്ഥാനില് ഇന്ന് മുജാഹിദിന്റെ പള്ളിയിൽ ജുമാക്ക് ബോംബ് പൊട്ടുവാണെങ്കിൽ കറാച്ചിയിൽ, നാളെ സുന്നികളുടെ, മറ്റന്നാ ജമാഅത്ത് ഇസ്ലാമിയിലെ തമ്മിലടിച്ച് മരിക്കുവാണ്. തമ്മിലടിച്ച് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ഇസ്ലാമിൽ തന്നെ തമ്മിലടിച്ച് മരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുന്നില്ലെന്നുള്ളൂ, ഇല്ലാത്തെല്ലാം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. പള്ളിക്കകത്തിന് തെറി പറയാൻ നോക്കില്ലല്ലോ. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞിട്ട് ആരാണ്? സാധാ പ്രവാചകനല്ല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ എന്നെ ആരാധിക്കണമെന്ന്? ഇല്ലല്ലോ. ഇന്ന് ഉസ്താദന്മാർ തന്നെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ഉസ്താദന്മാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദന്മാരിൽ തന്നെ ചില വിഡ്ഢികളായ ഉസ്താദന്മാർ വരും. വിവരമില്ല. വിവരം ഉണ്ടെങ്കിലും വിവരം കാണിക്കൂല. പണ്ടത്തെ ഉസ്താദന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീഡിയോ എടുക്കാൻ പാടില്ല, എന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് അവർ ഇൻസ്റ്റാഗ്രാമില് ആ ഉസ്താദിന്റെ ഈ ഉസ്താദിന്റെ കുറ്റം പറഞ്ഞ് ഇവർ കാശുണ്ടാക്കുവാണ്. പൈസയാണ് ഇവരുടെ ടാർഗറ്റ്. ഒരു ഉസ്താദ് വാതു പറയായിരുന്നു വടക്കേ സിറ്റിയിൽ. ഇനി വരും കാലം സുന്ദരിമാരായ ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ഇവർ തമ്മിൽ അടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് വിഭജിക്കുമെന്നാണ്. ദജ്ജാല് മൂക്കത്തെ കൈവച്ചു പോവാ. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാൻ പോവാ. ദജ്ജാൽ എന്ന് പറഞ്ഞ എന്താണ്? മനുഷ്യന്മാരെ സ്നേഹിച്ചിട്ട് അള്ളാന്റെ അകത്വമാണ്. ഇവരങ്ങനെയല്ല. മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നവരാണ് ഈ ഇനി വരുന്ന ഉസ്താദുകൾ. അതിലിപ്പോ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അതിന് കാന്തപുരം അങ്ങനെ പറഞ്ഞു. ഓരോ വീഡിയോ ക്ലിപ്പിട്ട് കാണിക്കുവാണ്. ഈ പുള്ളിക്ക് ആരാ അധികാരം കൊടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ക്ലിപ്പിടാൻ? അദ്ദേഹം മുസ്ലിമാണോ? ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാം ചെയ്യാൻ പാടില്ല. ഞാനും ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഞാൻ ഉസ്താദല്ല. ഇവര് പറയുമ്പോ എനിക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പല പല അനുഭവങ്ങള് ഉസ്താദന്മാരെ പോലെ കള്ളന്മാരിൽ വേറെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോശക്കാരാണ്. അവർക്ക് വിഭജിക്കാൻ പള്ളിയെന്ന് വരെ നോക്കൂല. ഇത് ഉസ്താദന്മാര് പ്രസംഗിക്കുകയാണ് കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയല്ല, ഹദീസിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വരെ ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെയോ നിങ്ങളെ തറവാടല്ല, പൊതുസ്വത്താണ്. ആരുടെയും തറവാടല്ല. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസ്വത്താണ്. അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുത്തന്റെ അടിമയല്ല. ആര് വിളിച്ചാലും കേൾക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പല പല ഭീഷണി നമുക്കുണ്ടാവും. അതിൽ നമ്മൾ അവരെ കൊല്ലാൻ പാടില്ല, അവരെ പ്രതികരിക്കാൻ പാടില്ല. 1983 ഈ കൊങ്ങിണി വർഗമുണ്ട്. കൊങ്ങിണി എന്ന് പറഞ്ഞാൽ കൊങ്ങിണി മുസ്ലിങ്ങളാണ്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന കേക്കടമേ കൂൺ നഹി കൊക്കിണി വാലേക്ക് ഈമാൻ നഹി. അതായത് ഞണ്ടിന് ചോരയില്ല, ഈ കൊങ്ങിണി മുസ്ലിങ്ങൾക്ക് ഈമാനില്ലെന്ന് അതിന്റെ അർത്ഥം. കാരണം ഇവർ ഞണ്ട് കഴിക്കും. ഇത് അള്ളാന്റെ റസൂലിനെ പിടിച്ച് സത്യം ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരും മുസ്ലിമിലെ ഒരു ടീമുമായിട്ട് ഈ കൊങ്ങിണി മുസ്ലിമും വേറൊരു മുസ്ലിം ടീമുമായിട്ട് അടിയാ. ഒരു മാസം വരെ ഉണ്ടായിരുന്ന അടി. ഇവരെ കാണുന്നവരെ എറിയല. പട്ടികളെ കടികൂടുന്ന പോലെയാണ്.
മുസ്ലിങ്ങൾ പട്ടികൾ കടി കൂടുന്നവരെയാണ്. 83ത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റിൽ അവിടുത്തെ കമ്മീഷണറും പിന്നെ കളക്ടറും കൂടി ഇടപെട്ടിട്ട് നിങ്ങൾ ഇത് സ്റ്റോപ്പാക്കുന്നുണ്ടോ, അപ്പൊ ഞങ്ങൾ അടിച്ചമർത്തണമെന്ന് ചോദിച്ചു. അങ്ങനെ 2 കൂട്ടുകാരെയും വിളിച്ചു. അവര് പിന്നെ ഇത് കൂടിയിട്ട് ഇപ്പോഴും അവർക്ക് ശത്രുതയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നാക്കിക്കൊണ്ടുപോകും. അപ്പൊ ഇസ്ലാമിൽ തന്നെ ചേരിതിരിവുണ്ട്. നമ്മൾ പല കാര്യത്തിനും ഒറ്റക്കെട്ടാവുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ നമ്മൾ ചേരിതിരിവാ. അവൻ മുജാഹിദാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, മറ്റവനാണ്, മറിച്ചവനാണ്. പല പല ഇതുണ്ട്. നമ്മൾ തന്നെ നമ്മളെ വഷളാക്കുക. അത് കുറെ ഉസ്താദന്മാരുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കൂല. ഞാൻ പറഞ്ഞില്ല, കറാച്ചിയിൽ ഇന്ന് ഇവിടെ ബോംബ് പൊട്ടുവാണെങ്കിൽ നാളെ മറ്റിടത്ത് ബോംബ് പൊട്ടും. അത് മുസ്ലിം പള്ളികളിലാണ് പൊട്ടുന്നതെന്ന് വെച്ചോ. നമ്മളെ മക്കളെയൊക്കെയല്ലേ കൊല്ലുന്നത് അവര്. അങ്ങനെ ചിന്തിക്കുന്നില്ല. കഴുതകളാ. പണ്ട് ഒരു നാനാ പട്ടേക്കർ ഒരു ഡയലോഗ് പറഞ്ഞേക്കും. അദ്ദേഹത്തെ തൂക്കാൻ വിധിക്കുക. തൂക്കാൻ വിധിക്കുമ്പോൾ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു. എന്നെ വെറുതെ വിടാമെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. വിടൂലല്ലോ, പിന്നെന്താ ആഗ്രഹം. പക്ഷെ എന്നെ തൂക്കിക്കൊല്ലണേ മൈതാനത്തിൽ വെച്ച് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു. ആ മൈതാനത്തിൽ നിന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തെന്നറിയോ? അദ്ദേഹം ഹിന്ദിയിലെ പറഞ്ഞ, ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് അറിയില്ലല്ലോ. മേളിലിരിക്കുന്നവൻ ദിനോസറിനെ മറ്റേ കൊടും ജീവികളൊക്കെ നശിപ്പിച്ചിട്ട് സുന്ദരനായ ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അതിന്റെ ഒരു ഇണയെ ഉണ്ടാക്കി. നല്ല സൗന്ദര്യങ്ങളോ, 2 കണ്ണ്, നടക്കാൻ പറ്റും, 4 കാലില്ല, എന്നാ വേണേ ചെയ്യാം. അപ്പൊ മേളിലിരിക്കുവാൻ പറഞ്ഞ ഇനി എന്നാ നോക്കണേ, ഈ ഒരു ചാൺ വേറെ ഉള്ളവരല്ലേ, ഒരു ചാൺ വേറെ. ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ വേറെ നിറയുന്നവരാ. അങ്ങനെ കുറെ വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടം പോലെ ആയല്ലോ. ഇവര് തമ്മില് പുഴുക്കളായിപ്പോയി. ഇപ്പൊ പുഴുക്കൾ പോലെയായി. കാരണം തമ്മിൽ അടിവെക്കുക. ഒരു രാജ്യക്കാരൻ അങ്ങോട്ട് മിസൈലാണെങ്കിൽ ഒരു രാജ്യക്കാരൻ ഇങ്ങോട്ട് മിസൈൽ വെക്കുക, ഒരു രാജ്യം ഇങ്ങോട്ട് മിസൈൽ വെക്കുകയാണെങ്കിൽ അവൻ അങ്ങോട്ട് മിസൈൽ വെക്കുക. ഇത്ര ഉള്ള ഒരു മനുഷ്യൻ എന്തോരം വലിപ്പ സാധനത്തിനെ പൊക്കിക്കൊണ്ടു പോണത്. അത്രയും തലച്ചോറ് കൊടുത്ത മനുഷ്യനാണ് ഒരു ചാൺ വേറിന് വേണ്ടിയിട്ട് മറ്റവനെ കൊല്ലുന്നത്. ഒരു പരിചയമില്ലാത്തവനെ കൊല്ലല. ഇന്ന് നമ്മളെ ഒരു നാട്ടില് വാർക്കപ്പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഫോൺ വരുന്നു പണി നിർത്താൻ. എന്താന്ന് പറയട്ടെ, അവൻ കഞ്ചാവ് വിൽക്കുക. കഞ്ചാവ് കേസിൽ പിടിച്ചത് മുസ്ലിമാണ് കേട്ടോ, മറ്റേ മുസ്ലിം അങ്ങനല്ല. കാശുണ്ടാക്കണം. നമ്മൾ തന്നെ തെറ്റ് ചെയ്തിട്ട് നമ്മളെ മേളിലോട്ട് തുപ്പുക, എന്നിട്ട് മുഖത്തേക്ക് വീഴുന്നു. അതെല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഉസ്താദന്മാരില്ല. ഇന്ന് ഉസ്താദന്മാർ തന്നെ ചേരി തിരുവ. കാന്തപുരം അങ്ങനെ പറഞ്ഞു, മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. കാരണം ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് കാശ് കുറച്ച് ലൈക്ക് വാച്ച് കൂട്ടുക. ഇസ്ലാം അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഇവർ ചെയ്യുന്നത്, കുറച്ച് ലൈക്ക് വാച്ച് കൂട്ടുക. എന്നാൽ യവന്മാർക്ക് നേരിട്ട് പോയി കണ്ടിട്ട്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ ശരിയാണോ, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ ശരിയാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വലുതായോ, അത് തുപ്പലുണ്ടോ. ഇന്ന് ചിലവര് അന്നത്തെ പുതപ്പ് കാണിക്കുന്നുണ്ട്. ഇമാംമാര് പുതപ്പ് കാണിക്കുകയാണ് ഹിന്ദിക്കാരുടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പാണ്. അത് സംശയമുള്ളവർ അവിടെ പോയി ചോദിക്കുക. ഇവിടെ നിന്നും കൊണ്ട് കുറ്റം പറയല്ലേ. അവസാന കാലം ആകുമ്പോഴത്തേക്കും എന്തെല്ലാം കള്ളം പറയാൻ പറ്റുന്നു അത്രയും കള്ളം പറഞ്ഞ് കാശുണ്ടാക്കാൻ നോക്കുന്നവരേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം, ഈ ഉസ്താദന്മാർക്കറിയാം.
അറിഞ്ഞു വെച്ചും കൊണ്ട് വിഷം കുടിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഉസ്താദന്മാർക്കെല്ലാം അറിയാലോ അത് ചെയ്തിട്ടുണ്ട്, തെറ്റാണ്. നമ്മളെന്ന് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ കടന്നുകൊണ്ട് തമ്മിൽ തല്ലുകയാണ് പുഴുക്കളെ പോലെ. അള്ളാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ വരെ മൂക്കത്ത് കൈവച്ചു പോകുന്നതാണ് ഈ ഉസ്താദന്മാരുടെ, ഇനി വരുന്ന ഉസ്താദന്മാരുടെ കോപ്രായം കണ്ടിട്ട്. അപ്പൊ ഞാൻ ഉസ്താദന്മാരെ കുറ്റം പറയുന്നല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാന്തപുരത്ത് പോയി ചോദിക്കുക, ഉസ്താദ് അങ്ങനെ സംഭവിച്ചോ? ആ ഉസ്താദ് മരിച്ചിട്ടില്ലല്ലോ, പോയി ചോദിക്കണം. ടി വി കയറിക്കൊണ്ട് നമ്മളെ തന്നെ നാണക്കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു മുസ്ലിമായ പെണ്ണ് അവള് വരെ നമ്മളെ കളിയാക്കുക. ഇത് നിങ്ങളെ പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കുവന്നോ? അത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ ആലോചിച്ചോളാം. മറ്റുള്ള ആൾക്കാർ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ ഒരു പള്ളി പണിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റിൽ നിന്നൊരു സഹായമില്ല, ഗവൺമെന്റിന് ഞങ്ങൾ ആവശ്യവുമില്ല. മതപണ്ഡിതന്മാർക്കും മറ്റേ പണ്ഡിതന്മാർക്കെല്ലാം ഞങ്ങൾ പിരിച്ചിട്ട് ശമ്പളം കൊടുക്കുവാണ്. അല്ല, ഗവൺമെന്റല്ലേ ഞങ്ങൾ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളെ പൈസ ഞങ്ങൾ തന്നെ പിരിച്ചു പറക്കിയിട്ട് ഞങ്ങളെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ തന്നെ. ആ പള്ളീന്റെ ഒരു പള്ളി പണിയണമെങ്കിൽ ഞങ്ങളെല്ലാവരും പിരിവിട്ടിട്ട് പള്ളി വരെ പണിയുന്നുണ്ട്. അമ്പലത്തിനും ക്രിസ്ത്യൻ ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പണം കൊടുത്തത് എനിക്കറിയാം. എന്നിട്ട് ചിലവന്മാർ പറയുന്നുണ്ട് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ശമ്പളം കിട്ടുന്നു. മദ്രസയിലെ ഉസ്താദന്മാർക്ക് എവിടെ പണി ശമ്പളം കിട്ടുന്നുണ്ട്? ഒന്ന് കാണിച്ചു തരാമോ? ഞങ്ങളെ അധ്വാനം കൊണ്ടാണ് ഇസ്ലാം മുമ്പോട്ട് പോണത്. ഗവൺമെന്റ് എന്താ നമുക്ക് സഹായിക്കുന്നത് പറ? ഒരു അജികർമ്മം ചെയ്യാൻ അത് പാവപ്പെട്ടവർക്കില്ലല്ലോ, പൈസക്കാർക്കില്ലേ ഉള്ളൂ സബ്സിഡി. ഒന്നുമില്ലാത്തതിന് ഫ്രീ ആയിട്ട് കയറ്റി വിടുന്നുണ്ടോ ഈ ഗവൺമെന്റ്? ഞാനൊക്കെ എത്ര വർഷമായിട്ട് വാടക കിടക്കുക. മാറി മാറി വരുന്ന ഗവൺമെന്റ് പറയും ആ നടത്തിത്തരാം, ഇങ്ങനെ നടത്തിത്തരാന്നാ പറയുന്നത്. എന്നിട്ട് ഞങ്ങളെ ആൾക്കാർക്ക് ചിലവന്മാർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സഹായം ഇല്ലാതെയാണ്. അപ്പോൾ ഒരു പള്ളി പണിയാണെങ്കിലും ഞങ്ങളെ പൈസ കൊണ്ടാണ് പള്ളി പണിയുന്നത്. അപ്പം അത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ബോംബെയിൽ ഒരു ഉത്സവമോ ഒരു ഹിന്ദുക്കളെ ഉത്സവം എന്തെങ്കിലും നടക്കണമെങ്കിൽ ഓരോരോ കടക്കാരൻ 2100 രൂപ കൊടുത്തേക്കണം. ഇല്ലെന്ന് പറയാൻ പാടില്ല, അടി വെച്ച് കൊടുക്കും. ഞങ്ങളെ നബിദിനത്തിന് ഞങ്ങൾ പിരിക്കുന്നില്ലല്ലോ. പിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ തന്നെ പിരിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ നിന്നൊരു ഉസ്താദ് വിളിച്ചു പറയും അപ്പോൾ ഓരോ ആൾക്കാർ അടുത്ത ജിലാനി ദിനത്തിന് 15 ആളാണ് നേർന്നിരിക്കുന്നത്. 50,000 രൂപ ഒത്തു 15 ആളും. അത് ഗവൺമെന്റിന്റെ അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പിരിക്കുന്നത്. നിങ്ങളൊരു ഹോളിയോ ദസറയോ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കടക്കാരെ അടിച്ചു വാങ്ങിക്കുക, പിരിച്ചു വാങ്ങിക്കുവാണ്, പിരിവാ. അപ്പം ഒരു കാര്യം ഓർത്തോളുക, നിങ്ങൾ അറിയുന്നതെല്ലാം തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റ് എന്തെങ്കിലും പള്ളി വയ്ക്കാനോ 1 സെന്റ് ഭൂമി പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഓക്കെ.